ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആ പഴയ സ്റ്റാഫുകളെ സുധി പറഞ്ഞു വിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മുതൽ നിങ്ങളിവിടെ ജോലിക്ക് വരണ്ട, എനിക്ക് നല്ല നല്ല ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാർ പിള്ളേരെയാണ് ആവശ്യം, അതുകൊണ്ട് അവരെ ഞാൻ അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗിരി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ 2-3 സ്റ്റാഫുകൾ ഇങ്ങോട്ട് വരികയാണ്. കണ്ടോ, ഇവരാണ് എൻ്റെ പുതിയ സ്റ്റാഫുകൾ, നിങ്ങൾ പോയി ജോലി ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഈ പ്രായമുള്ള ആൾക്കാർക്ക് ആകെ സങ്കടം തോന്നുകയാണ്. നിങ്ങൾ ചെയ്യുന്നതൊട്ടും ശരിയല്ല കേട്ടോ. ഈ സ്ഥാപനം ഇത്രയും വളരാനുള്ള കാരണം അത് ഞങ്ങൾ തന്നെയാണ്, ഞങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ടാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുധി ഒരു ആക്കി പറച്ചില്. ഓ ആണോ, അങ്ങനെയാണോ? അത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ ഓണർക്ക് ഈ കട വിൽക്കേണ്ടി വന്നത്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇനി ഇവിടെ നിർത്താനായിട്ട് ശ്രമിക്കുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാം. അതുകൊണ്ട് 2 അമ്മാവന്മാരും പോയി അവിടെ പോയി ജോലി ചെയ്തോളൂ. അതുകൊണ്ട് ഇവിടെ ജോലി ചെയ്യേണ്ട യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പോഴേക്കും ഈ അമ്മാമാർക്കാകെ സങ്കടം തോന്നിയിട്ട് നീ അനുഭവിക്കും, ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ടെ നിനക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാമെങ്കിലേ ഞങ്ങൾ കാണിച്ചു തരാം നിന്നെ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിയൊക്കെ ഇതിൻ്റെ വെളിയിലായിക്കോട്ടെ, അല്ലാതെ ഭീഷണിയും കൊണ്ട് എൻ്റെ അടുത്ത് വരണ്ട. ഈ കമ്പനിയുടെ മുതലാളി അത് ഞാനാണ്. ഇവിടെ ആരെ സ്റ്റാഫിന് വെക്കണം, ആരെ സ്റ്റാഫിന് വെക്കണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, അല്ലാതെ നിങ്ങളല്ല. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഇവിടെ കിടന്ന് ഡയലോഗ് അടിക്കാതെ ഇറങ്ങി പോകാനായിട്ട് നോക്ക്. നിങ്ങൾക്ക് ഇനി ഇവിടെ യാതൊരു സ്ഥാനവും ഇല്ല എന്നൊക്കെ പറയുകയാണ്. ശരി, ഞങ്ങൾ പൊയ്ക്കോളാം, പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം, ഞങ്ങൾ ഇനിയും തിരിച്ചു വരും. അതെന്തിനാണെന്നറിയാമോ? ഇവിടെ ജോലി ചെയ്ത് അല്ലെങ്കിൽ ജോലി വേണോന്നും പറഞ്ഞുകൊണ്ട് കെഞ്ചി പറയാനല്ല, നിന്റെ അവസ്ഥ കണ്ട് പൊട്ടിച്ചിരിക്കാനാണ് ഇനിയും ഞങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട് പോകുന്നത്. നീ കണ്ടോ, നീ പടുകുഴിയിലേക്ക് വീഴുക തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഈ അമ്മാവന്മാരവിടുന്ന് പോവാണ്. ഓ പിന്നെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോഴേക്കും ശ്രുതിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം തോന്നി. ശ്രുതിയാണെങ്കിൽ ശ്രുതിക്കൊരു കൈയൊക്കെ കൊടുത്തിട്ട്, ഏതായാലും എൻ്റെ ശ്രുതി, നിനക്ക് ഇത്ര സ്ട്രിക്റ്റായിട്ട് പറയാൻ അറിയാമായിരുന്നല്ലേ? ഞാൻ ചിന്തിച്ചു പോലുമില്ല എന്തൊരു സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിച്ചത്. പിന്നെ അല്ലാതെ ബിസിനസ് തന്നെയാണ്. ആ സമയത്ത് സുധി ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ. ഒരു ജോലിക്കാരെ എങ്ങനെ നിർത്തണം, എവിടെ നിർത്തണം എന്നൊക്കെ ഈ സുധിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതേപോലെ സുധി കൈകാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നല്ലൊരു ഡയലോഗ്. ഇവർ ഭയങ്കര സന്തോഷത്തിൽ മതിമറന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും കൂടി കമ്പനിയൊക്കെ ഇങ്ങനെ ഓഫീസൊക്കെ ഇങ്ങനെ വിട്ടിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. ശ്രുതിയാണെങ്കിൽ ഭയങ്കര ടയേർഡ്. വീട്ടിലേക്ക് കയറി വന്നിട്ട് അമ്മേ എന്നും പറഞ്ഞിട്ട് വിളിക്കാൻ, ദൈവം ഇവിടെ ആരും ഇല്ലേ? അപ്പോഴേക്ക് ചന്ദ്ര പറഞ്ഞു, അയ്യോ എൻ്റെ മോൻ എന്ന് പറഞ്ഞ് നേരെ ശ്രുതിയുടെയും അടുത്തേക്ക് ഓടി ചെന്നിട്ട്, മക്കളെ നിങ്ങൾ ഇവിടെ നിന്നോട്ടെ, എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അമ്മ എനിക്ക് ഭയങ്കര ടയേർഡ് ഉണ്ട് അമ്മേ, എൻ്റെ ദൈവമേ ഇന്ന് ഞാൻ ടയേർഡായി പണ്ടാരോടെങ്കിൽ ഇന്ന് എത്ര കസ്റ്റമറാണ് വന്നതെന്നറിയാമോ? അവരോട് സംസാരിച്ച് എൻ്റെ വായ മുഴുവൻ വേദനിക്കുകയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. അയ്യോ ഇപ്പം കിടക്കാൻ പറ്റില്ല, മക്കൾ ഇവിടെ നിൽക്ക്, ഞാൻ ഏതായാലും ആരതി എടുത്തിട്ട് വരാം. ആരതിയോ? എന്തിനാണമ്മേ ആരതി? അയ്യോ ദൃഷ്ടിദോഷം ഉണ്ടാവും, അത്രയും കസ്റ്റമറൊക്കെ വന്നതല്ലേ, അപ്പോൾ മോന് ഒരുപാട് ദൃഷ്ടിദോഷം ഉണ്ടാവും. അതുകൊണ്ട് ആരതി ഒഴിഞ്ഞിട്ട് അകത്തേക്ക് കയറിയാൽ മതിയെന്നേ, ഇവിടെ നിൽക്ക്, ഇപ്പം വരാം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഓടിപ്പോയപ്പോഴേക്ക് വരുന്ന രവിയെയും തട്ടിത്തെറിപ്പിച്ചിട്ടാണ് ചന്ദ്ര പോകുന്നത്. ഈ ചന്ദ്രയ്ക്ക് ഇത് എന്ത് പറ്റി? ചന്ദ്രേ, എങ്ങോട്ടാണ് നീ വെപ്രാളം പിടിച്ച് ഓടുന്നത് ചന്ദ്രേ എന്ന് ചോദിക്കുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുധി നിൽക്കുന്നത് കാണുകയാണ്. രവി, മോനെ സുധി, നീ എന്താ നിങ്ങൾ രണ്ടുപേരും എന്നിട്ട് അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങോട്ട് കയറി വാ. എൻ്റെ അച്ഛ, ഞാൻ ആകെ ടയേർഡാണ് അച്ഛ. അമ്മ പറഞ്ഞു ഇവിടെ തന്നെ നിൽക്കണമെന്ന്. അവിടെ തന്നെ നിൽക്കണമെന്നോ? എന്തിനാ അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞത്? എനിക്കറിയില്ല അച്ഛ, അമ്മയുടെ ഓരോരോ കാര്യങ്ങൾ. ഞാനിപ്പോൾ തളർന്നതേ ഇവിടെ തന്നെ വീഴും. എടാ, നീ അവിടെ തളർന്ന് വീഴാതെ ഇങ്ങോട്ട് കയറി വാ. അവൾ എന്തെങ്കിലും പറയട്ടെ, ഇങ്ങോട്ട് കയറി വാ. അപ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും വരുന്ന ചന്ദ്ര ആരതിയായിട്ട്, നിങ്ങളിപ്പോൾ അങ്ങനെ പലതും പറയും, എൻ്റെ മോനാണ് ദൃഷ്ടിദോഷം സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞ് ചന്ദ്ര ഇവർ 2 പേരും ഒഴിയണം. അപ്പോഴാണ് രേവതിയും അതേപോലെ തന്നെ സച്ചിയും കൂടി വരുന്നത്. അപ്പം സച്ചിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ കണ്ണ് തള്ളി പോവുകയാണ്. രേവതി, ഇത് നോക്കിയേ രേവതി, 2 മക്കളും ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മായിയമ്മ ആരതി എടുക്കുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്താടാ നീ ഇങ്ങനെ ഇരിക്കുന്നത്? ടയേർഡാ.
ഭയങ്കരമായിട്ട് ക്ഷീണം എനിക്ക് മേലൊക്കെ ആകെ വേദനിക്കുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. മോനെ ഈ ആരതി എടുത്തില്ലെങ്കിലേ കണ്ടില്ലേ ഈ വീട്ടിലുള്ളവരുടെ തന്നെ കണ്ണ് വിടും. നീയേ ഉയരങ്ങളിലേക്ക് എത്തേണ്ടവനാണ്. കണ്ണ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തളർന്ന് എവിടെയെങ്കിലും കിടക്കേണ്ടി വരും. അതുകൊണ്ട് അത് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി വിളിക്കണം. രേവതി ഇങ്ങോട്ട് വന്ന് രേവതി, ഇതേ ഈ തട്ടേ പുറത്ത് കൊണ്ട് തട്ടിക്കളാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ രേവതി ആ തട്ടെടുത്ത് അവൻ്റെ തലയിലോട്ട് ഒരു തട്ട് കൊടുക്ക്, അതായിരിക്കും നല്ലത്. അയ്യോ അമ്മേ, അവൻ അങ്ങനെ പലതും പറയും. രേവതി ഞാൻ പറഞ്ഞ് നീ ചെയ്താൽ മതി, പോയി തട്ടെടുത്ത് പോയി പുറത്തേക്ക് കൊണ്ട് കളഞ്ഞിട്ട് വാ. അങ്ങനെ രേവതി അത് മേടിച്ചിട്ട് മനസ്സോടുകൂടി തന്നെ ആ തട്ടെടുത്ത് പുറത്തേക്ക് പോയി അത് തട്ടിക്കളയുകയാണ്. മക്കളെ നിങ്ങൾ വാ കയറി. അപ്പോൾ സുധി നേരെ അകത്തേക്ക് വന്നതും ഹാളിൽ കയറി ആ സെറ്റിൽ കയറി ഒറ്റ തളർന്നിങ്ങനെ കിടക്കുകയാണ്. എടാ സുധി നിനക്കിത് എന്ത് പറ്റിയടാ? അപ്പോൾ വർഷയും അതേപോലെ തന്നെ ശ്രീകാന്തും എല്ലാവരും വന്നു കൂടിയിട്ടുണ്ട്. ഇത് എന്ത് പറ്റിയേട്ടാ? ഏടൻ എന്താ പറ്റിയത്? ഏടൻ ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കുന്നത്? എടാ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. എടാ ഇങ്ങനെയുണ്ടോ കസ്റ്റമർ? എത്ര കസ്റ്റമറാണ് സാധനങ്ങൾ മേടിക്കാൻ വന്നതെന്നറിയാവോ? അവരോടൊക്കെ സംസാരിച്ച് എൻ്റെ നാവിലെ വെള്ളം പറ്റി എനിക്ക് തൊണ്ട വരെ വേദനിക്കുകയാണ്. ഇത് കേട്ട് രേവതിയാണെങ്കിൽ സംസാരിച്ചാൽ തൊണ്ടയൊക്കെ വേദന എടുക്കോ, വായൊക്കെ കഴക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. വർഷേ നീ ഒരു ദിവസം എന്തോരം സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇഷ്ടം പോലെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് വായൊന്നും കിടക്കാറില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന ജോലിയെ നമുക്ക് എന്തോരം വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നും. അത് നമുക്കൊരു കഷ്ടപ്പാടായിട്ട് തോന്നില്ല. ഇതൊക്കെ പറഞ്ഞപ്പോഴേക്ക് ചന്ദ്രയാണെങ്കിൽ നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരുന്നു എന്നൊക്കെ ഈ സച്ചി ഇങ്ങനെ നോക്കി ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും രവിയും പറയാണ്, എടാ എന്തിനാടാ ഒരു ജോലി ചെയ്യുമ്പോൾ നീ ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ ടയേർഡായോ? ഇനി മുന്നോട്ട് പോകണ്ട നിനക്ക്. നീ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാടാ ജീവിതത്തിൽ മുന്നേറുന്നത്? കേട്ട ചന്ദ്ര രവിയെ കളിയാക്കിയാണ്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. നിങ്ങൾ ഡ്രൈവർ ജോലിയല്ലേ ചെയ്തുകൊണ്ടിരുന്നേച്ചത്, അപ്പം നിങ്ങൾക്ക് അതൊന്നും തോന്നൂല. സച്ചി എടുത്ത് വയ്ക്ക്, നിങ്ങൾ മിണ്ടാതിരുന്നോളാം. അച്ഛനെ കഷ്ടപ്പെട്ട ഡ്രൈവ് ചെയ്തിരുന്നത്. ആദ്യത്തെ ദിവസം തന്നെ അച്ഛൻ കഷ്ടപ്പാടാണ് ദുരിതമാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടില്ല. എല്ലാവരെയും നോക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയി. ഇവനെ പോലെയാണോ അച്ഛൻ്റെ സുഖവും സന്തോഷവും എന്തെങ്കിലും തിരക്കിയിട്ടുണ്ടോ? നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് അച്ഛൻ ജോലിക്ക് പോയത്. എന്നിട്ട് അച്ഛനെ കുറ്റം പറയുന്നത് നിങ്ങൾ, മിണ്ടാതിരുന്നോളാം നിങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രവിയും പറയാണ്, സച്ചി നിർത്തടാ, ഇവർക്കൊന്നും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴും എൻ്റെ ബസ്സിലിരിക്കുന്ന ആൾക്കാരെ കുറിച്ചുള്ള ചിന്തകൾ എനിക്കുള്ളൂ. ഓരോ സമയത്തിനും വില കൊടുക്കുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്നേച്ചത്. ഞാൻ അവരെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ, എന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറേ ഇല്ല. അവരെങ്ങനെയെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തണം, അത്രയും മാത്രമേ എൻ്റെ മനസ്സിൽ ചിന്തയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും വർഷയാണെങ്കിൽ അതെ സുധിച്ചേട്ടാ, നന്നായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടയേർഡും തോന്നൂല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എത്രയോ ഡബിങ് ചെയ്യുന്നു, പക്ഷെ അതൊന്നും എനിക്ക് ഇതുവരെയായിട്ടൊരു മടുപ്പായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആ ജോലി വളരെയേറെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും ശ്രീകാന്തമാണെങ്കിൽ അത് പറഞ്ഞ ശരി തന്നെയാണ്. ഞാനേ അടുക്കള ജോലിയല്ലേ ചെയ്യുന്ന ഹോട്ടലിൽ, അവിടെ ഇരുന്ന് ചിലപ്പോൾ പുകയടിക്കും, തീയടിക്കും, ചൂടടിക്കും, വല്ലാത്തൊരവസ്ഥയൊക്കെ തന്നെയായിരിക്കും. പക്ഷെ എന്നാലും ആ ജോലി ഞാൻ വളരെയേറെ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. അതെനിക്കൊരു കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ടേ ഇല്ല. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ടയേർഡ് ആവുകയേയില്ല. അപ്പോഴോ രേവതിയും പറയാണ്, അത് ശ്രീകാന്ത് പറഞ്ഞത് ശരി തന്നെയാണ്. നമ്മൾ ഒരു ജോലിയിൽ ആത്മാർത്ഥ പുലർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി ഒരു ഭാരമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ടയേർഡായിട്ടോ തോന്നില്ല. പിറ്റേ ദിവസവും നമുക്ക് ഉഷാറായിട്ട് ജോലി ചെയ്യാനേ തോന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് ചന്ദ്രയ്ക്ക് അത് തീരെ അങ്ങോട്ട് പിടിച്ചില്ല. നീയേ ഒരു കാര്യം ചെയ്യ്, നിനക്കുള്ള ജോലി ഞങ്ങൾക്ക് അറിയാലോ, നീ എൻ്റെ മോനെക്കുറിച്ച് കൂടുതൽ പറയാൻ നിൽക്കണ്ട. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അതെ, ശ്രുതിയും ഇഷ്ടപ്പെട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് കുറച്ച് കസ്റ്റമർ കൂടുതലുണ്ടായിരുന്നു. കസ്റ്റമറോടൊക്കെ കുറേ നേരം സംസാരിച്ച് ഇത്തിരി ടയേർഡായതാ, അല്ലാതെ ശ്രുതി ഇഷ്ടപ്പെടാതെയൊന്നും അല്ല കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുക, എടാ നീ എന്തിനാണ് കൂടുതൽ കഷ്ടപ്പെടുന്നത്? അവിടെ സ്റ്റാഫുകൾ സംസാരിച്ചോളൂലേ, നീ അവിടെ വെറുതെ അങ്ങോട്ട് ഇരുന്നാൽ പോരെ, നീ അതിൻ്റെ മുതലാളിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, പിന്നെ മുതലാളി അവിടെ ഇരുന്ന് തൊഴിലാളിയെ കൊണ്ട് മാത്രം ജോലി ചെയ്യിപ്പിച്ചാലേ അവർക്കൊരു ഉഷാറുണ്ടാവില്ല.
ഹാ തൊഴിലാളികളും അതേപോലെ ഇവനെ പോലെ എവിടെയെങ്കിലും മൂലക്ക് പോയി കിടന്ന് ഉറങ്ങും. ലാസ്റ്റ് കസ്റ്റമർ ആരും കയറത്തുമില്ല എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ എൻ്റെ ദൈവമേ, നിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരിക്കുക, എനിക്കൊന്ന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം. സുധി, നീ പോയി ഫ്രഷ് ആവ്, എന്നിട്ട് പോയി റെസ്റ്റ് എടുക്കാനായിട്ട് നോക്ക് എന്ന് ചന്ദ്ര പറയുക. അങ്ങനെ ശ്രുതിയെയും താങ്ങി പിടിച്ചുകൊണ്ട് നേരെ മേളിലേക്ക് കയറി പോവുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിനും വർഷയ്ക്കും രവിക്കും അതേപോലെ തന്നെ സച്ചിക്കും രേവതിക്കും ഒക്കെ ചിരി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. രേവതിയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ രവിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയെ ചോദിക്കുകയാണ്, അച്ഛനും ചിരി വരുന്നുണ്ടല്ലോ, ഒന്നും മിണ്ടാതിരിക്കട്ടെ, പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ രേവതിയുടെ ചിരി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് അട്ടഹസിച്ച് ചിരിക്കുന്നത്? എൻ്റെ പൊന്നമ്മേ, പിന്നെ എങ്ങനെ അട്ടഹസിച്ച് ചിരിക്കാതിരിക്കും? അദ്ദേഹത്തിൻ്റെ ഓരോ കോപ്രായങ്ങൾ കണ്ടാൽ ചിരിക്കണ്ട എന്ന് ഞാൻ പല പ്രാവശ്യം വിചാരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാണ് അമ്മേ? എനിക്കറിയാം, നിനക്കൊക്കെ കുശുമ്പ് മൂത്തട്ട ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ശ്രീകാന്തം പറയാണ്, അമ്മയുടെ മനസ്സിലും ഇപ്പം ചിരിയാണെന്ന് ഞങ്ങൾക്ക് കണ്ടാലേ അറിയാം. അമ്മ അത് പുറത്ത് കാണിക്കാത്തല്ലേ, ഒന്ന് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇവിടെ എണീറ്റ് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ കട്ടിലിൽ കയറി കിടന്ന് ഇങ്ങനെ മയങ്ങിയാണ്. ശ്രുതി കുളിച്ചൊക്കെ വരികയാണ്. അപ്പോൾ എണീറ്റ് ശ്രുതി, ഇതെന്താണ് വന്ന പാടി ഇങ്ങനെ കിടക്കുന്നത്? ഡ്രസ്സ് പോലും മാറിയിട്ടില്ല, ഒന്ന് ഫ്രഷ് ആവണ്ടേ? ഫ്രഷ് ആകാതെയാണ് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്. എണീറ്റ് പോയി ഫ്രഷ് ആയി. എൻ്റെ പൊന്നു ശ്രുതി, ഞാനൊന്ന് കിടന്നോട്ടെ, ഒരു 10 മിനിറ്റ്, എൻ്റെ ശരീരം ആകെ വേദനിക്കുകയാണ്, എനിക്കൊരു 10 മിനിറ്റ് കിടന്ന് ഉറങ്ങിയാൽ മതി, അതോടെ പ്രശ്നങ്ങളെല്ലാം തീരും. ഒന്ന് എൻ്റെ പൊന്നു ശ്രുതിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര വരികയാണ്. എടാ എന്താടത്, ഭക്ഷണം കഴിക്കുന്നില്ല നിങ്ങൾ? എൻ്റെ ആൻറ്റി എത്ര പ്രാവശ്യം ഞാൻ വിളിക്കുന്നതെന്ന് അറിയാമോ? ശ്രുതിക്ക് ഭയങ്കര ടയേർഡാണെന്നാണ് പറയുന്നത്. എടാ ശ്രുതി, എണീക്കടാ, ഭക്ഷണം കഴിക്കടാ. എൻ്റെ പൊന്നമ്മ, ഞാനൊന്ന് കിടന്നോട്ടാം. എന്തിനാണമ്മേ, എനിക്ക് ആകെ വയ്യമ്മേ. നിന്നോടൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, നീ കഴിക്കുക, എനിക്കെന്താ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ്. ശ്രുതിയാണെങ്കിൽ നേരെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുക. ആ സമയത്ത് നമ്മുടെ രവിയും അതേപോലെ തന്നെ സച്ചിയും കൂടി എന്തൊക്കെയോ ഒരു ഫോണിൽ എന്തോ കണ്ടിട്ട് ഇവർ കിടന്ന് ഭയങ്കര പൊട്ടിച്ചിരി. പോടെ സച്ചി, നീ എന്താടേ കാണിക്കുന്നത് എന്നൊക്കെയാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ശ്രുതി ഇറങ്ങി വരിക. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, ശ്രുതി വന്നില്ലേ? അല്ല, ശ്രുതി നല്ല ഉറക്കമാണ്. ഇത് കേട്ട് സച്ചിയാണെങ്കിൽ എന്താ പറഞ്ഞത്? ഉറക്കമാണെന്നോ? അതെ, ഉറക്കമാണ്. ആഹാ, ഞങ്ങളല്ലേ ആ റൂമിൽ കിടക്കേണ്ടത്? മര്യാദയ്ക്ക് ഇറങ്ങി വരാനായിട്ട് പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ ശരിയാക്കും. ഇതൊന്നും പറ്റില്ല, മര്യാദയ്ക്ക് ഇറങ്ങി വരാനായിട്ട്. അപ്പം രവി പറയണ, ടയേർഡ് കൊണ്ട് കിടക്കല്ലേടാ, അവിടെ കിടന്നോട്ടെ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അച്ഛാ, അച്ഛമ്മ പറഞ്ഞിരിക്കുന്നതേ ഒരാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് ആ റൂമെന്നാ, അതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല, ഞങ്ങൾക്ക് ആ റൂം കിട്ടിയേ മതിയാവുള്ളൂ, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരൊച്ചപ്പാടുണ്ടാക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ കലി വന്നിട്ട് നേരെ മേളിലേക്കും കയറി പോവുക. അപ്പോൾ സച്ചി നേരെ രവിയുടെ അടുത്ത് വീണ്ടും കൊഞ്ചിക്കൊഴിയാനും കളിച്ചിരിച്ചു മറിയാനും ഒക്കെ ഇങ്ങനെ നിന്ന് അവർ സന്തോഷത്തോടെ നിൽക്കുക. ചന്ദ്രയ്ക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ശ്രുതി നേരെ റൂമിലേക്ക് കയറി ചെന്നിട്ട് ശ്രുതിയെ വിളിക്കാനായിട്ട് ഒരുങ്ങണം. അല്ലെങ്കിൽ എന്തിനാ വിളിക്കണേ? വേണ്ട, അവൻ പറയുമ്പോൾ തന്നെ എന്തിനാ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത്? ഇത് ഞങ്ങളുടെ റൂമല്ലേ. അതിപ്പോൾ നടക്കില്ലല്ലോ. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി കൊടുക്കാൻ മനസ്സില്ല, അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സച്ചിയും രേവതിയും കൂടി വരികയാണ്, വെള്ളമിട്ടൊക്കെ വരിക. അപ്പോൾ സച്ചിക്ക് അരിശയം വന്നിട്ട് രക്ഷയില്ല, ഇവിടെ റൂമിൽ നിന്ന് ഇറങ്ങുന്നുമില്ല. സച്ചിയേട്ടാ, എന്താ സച്ചിയേട്ടാ? അവിടെ റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ലെന്നേ. അങ്ങനെ ശ്രുതിയെ വിളിക്കുകയാണ്. ഡാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഥകി തട്ടി ഇങ്ങനെ വിളിക്കുകയാണ്. പക്ഷെ അപ്പോഴത്തേക്കും ശ്രുതി വന്ന് കഥക് തുറക്കുകയാണ്. എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അതെ, ഞങ്ങളാ കിടക്കേണ്ടത്, നിങ്ങളുടെ ഇറങ്ങിക്കണ്ടേ? അതെ, ശ്രുതി ഉറക്കമാണ്. ഇറങ്ങുന്നെങ്കിൽ അവൻ തട്ടി എണീപ്പിക്കും. എങ്ങനെ തട്ടി എണീപ്പിക്കും? തട്ടി എണീപ്പിച്ചാലും അവൻ എണീക്കുന്നില്ല, നല്ല ഉറക്കത്തില്ല, നല്ല ടയേർഡായിട്ടാണ് വന്നിരിക്കുന്നത്. ടയേർഡാണെങ്കിലേ ഹാളിൽ പോയി കിടന്നാൽ മതി, അതുകൊണ്ട് അവിടെ കിടക്കട്ടെ എന്നിങ്ങനെ പറയുക. ഒന്നും പറ്റില്ല, ഇന്ന് ശ്രുതി ഇവിടെയാണ് കിടക്കുന്നത്. എന്നെ കലിയേറ്റിപ്പിക്കണ്ട, കൂടുതൽ സംസാരിച്ചാലേ അവനടുത്ത് ഞാൻ വലിച്ചിടും. നീ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിയൊക്കെ ഇങ്ങോട്ട് വേണ്ട സച്ചി എന്നിങ്ങനെ ശ്രുതി പറയുകയാണ്. ഇവളൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇത് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പറയാം, ശരി, നിനക്ക് ഈ റൂമിൽ കിടക്കണമെന്ന് വലിയ താല്പര്യമാണോ? എങ്കിൽ കാര്യം ചെയ്യ്, ശ്രുതിയോടൊപ്പം കിടന്നോ, ഞാൻ ഏതായാലും രേവതിയോടൊപ്പം ഹാളിൽ കിടന്നോളാം. എന്താ, അതുപോരെ?
അപ്പോൾ സച്ചിയാണെങ്കിൽ നീ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇതാണ്. അപ്പോൾ രേവതി ആണെങ്കിൽ സച്ചിയേട്ടാ വേണ്ട സച്ചിയേട്ടാ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി നീ ഒന്നും മിണ്ടാതിരിക്കുക, അങ്ങനെ ഒരു വിട്ടാൽ പറ്റില്ലല്ലോ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ രവിയും അതേപോലെ തന്നെ ചന്ദ്രയും കൂടി കടന്നു വരികയാണ്. എന്താണ് സച്ചി? അച്ഛാ ഇത് കണ്ടോ അച്ഛാ, ഞങ്ങളല്ല അച്ഛാ ഇവിടെ കിടക്കേണ്ടത്. ഇപ്പം കണ്ടില്ലേ, അവർ ഈ റൂമിൽ നിന്ന് ഇറങ്ങാനായിട്ട് തയ്യാറല്ല, അവർ പുതച്ച് മൂടി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് എന്നവിടെ പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ എന്താ അവനവിടെ കിടന്നാൽ എന്താ കുഴപ്പം, ജോലി ചെയ്ത് ക്ഷീണിച്ച് ടയേർഡായിട്ട് വന്ന ഒരു വ്യക്തിയല്ലേ, അപ്പം അവിടെ കിടന്നെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? എടി രേവതി നീ ഇവനെ ചാവി കൊടുത്ത് പറഞ്ഞു വിട്ടതാണല്ലേടി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ നെഞ്ചത്തോട്ട് കയറുകയാണ് ചന്ദ്ര. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ അഗൈൻ, ബൈ.